Good morning. Good morning, Good ma'am. morning. Good morning, ma'am. Morning all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good Good morning. morning. Prayer ആരാണ്? ഞാനാണ് മാം. പറഞ്ഞോടാ. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും സുരഗോള ലക്ഷങ്ങളണിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ എന്നും ദുരിതങ്ങൾ കൂത്താടുമുലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടിക്കാൻമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാദിനായക തവ തിരുമുമ്പിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാദി തൃഷ്ണകളാകവേ നീക്കി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമെപ്പെരുമാനന്ദം തേടി വിജയിക്ക നിന്തിരുനാമങ്ങൾ പാടി അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും. താങ്ക് യു. Okay. സൈൻ ആരാണ്? ഞാനാ മിസ്സേ. സൈൻ പറഞ്ഞോട്ടാ. ഗുഡ് മോർണിംഗ് അപർണ മാം ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. നമുക്ക് മനോഹരമായ ഒരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു കുട്ടി തന്റെ അച്ഛനോടൊപ്പം പാർക്കിലേക്ക് പോയി. മകൻ അച്ഛനോട് തനിക്കും ഒരു പട്ടം വാങ്ങിത്തരാമോ എന്ന് ചോദിച്ചു. അച്ഛൻ മകന് പട്ടം വാങ്ങിക്കൊടുത്തു. അവൻ ആ പട്ടം ഉയരങ്ങളിലേക്ക് പറത്തി കളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി അച്ഛനോട് ചെന്ന് പറഞ്ഞു, അച്ഛാ, ഈ നൂലില്ലായിരുന്നുവെങ്കിൽ ഈ പട്ടം കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നേനെ. അതുകൊണ്ട് അച്ഛന്റെ മറുപടി കേൾക്കാൻ പോലും തയ്യാറാകാതെ അവൻ ആ പട്ടത്തിന്റെ നൂല് പൊട്ടിച്ചു. അവൻ വിചാരിച്ചതുപോലെ തന്നെ അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നു. അവൻ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അതൊരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് പതിയെ വീണുപോയി. അവൻ തന്റെ അച്ഛനോട് പോയി ചോദിച്ചു, അച്ഛാ, ഞാൻ കരുതിയത് നൂല് പൊട്ടിച്ചാൽ പട്ടം ഫ്രീ ആയി കൂടുതൽ ഉയരത്തിൽ പറക്കുമെന്നാണ്. പക്ഷെ അതെങ്ങനെയാണ് താഴെ വീണത്? അപ്പോൾ അച്ഛൻ മകനോട് പറഞ്ഞു, നിന്റെ പട്ടം കാറ്റിനെ ഓവർകം ചെയ്ത് ഉയരത്തിൽ പറന്നത് അതിന്റെ നൂലിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. നീ ആ നൂല് പൊട്ടിച്ചപ്പോൾ അതിന്റെ സപ്പോർട്ട് പോയി. ഈ പട്ടം പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ പേരൻസും ഫ്രണ്ട്സും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നാം ഉയരങ്ങളിൽ എത്തിച്ചേരുന്നത്. അവരുടെ സപ്പോർട്ട് വേണ്ട എന്ന് വിചാരിച്ചാൽ ഈ പട്ടം പോലെ നമ്മളും ലൈഫിൽ ഫെയിലാകും. സൈനിങ് ടു ദ അപർണ മാം ക്ലാസ്. താങ്ക്സ് ടു ഓൾ. Short of the data. നല്ല സ്റ്റോറി ആയിരുന്നു കേട്ടോ. വന്നതാ. ഞാനാണ് മാം. പറഞ്ഞോടാ. Good morning Abarna ma'am and my dear friends. Today's thought: when your mind is weak, situation is a problem. When your mind is balanced, situation is a challenge.
But when you are in strong situation becomes an opportunity. ഇതില്ലാത്തുണ്ട്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ഫിസിക്കൽ സോഷ്യോ ഡെവലപ്മെന്റ് അല്ല, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. മോട്ടോർ ഡെവലപ്മെന്റ്. ഓക്കെ, അതിൽ നമ്മള് എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് തുടങ്ങിയെടുക്കണം, അങ്ങനെയാണോ? ഒരു മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്. മാം, പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് എടുക്കാനുള്ള അത് ഫൈൻ മോട്ടോർ സ്കിൽസും ഗ്രോസ് മോട്ടോർ സ്കിൽസും പറഞ്ഞിട്ടുണ്ട്, പോയിന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ ട്ടാ. ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ മോട്ടോർ ഡെവലപ്മെന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓർമ്മയുണ്ടോ? ഞാൻ മോട്ടോർ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് മാം. ടിപ്പിക്കലി റെഫേഴ്സ് ടു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു കുറച്ച് നോട്ട്സും തന്നായിരുന്നു. അല്ലെ? അപ്പോ അതൊന്ന് റീഡ് ചെയ്യുമായിരിക്കും ഒരാള്. ഫാത്തിമ, ഏതാ മാം? ഞാൻ ഒരു ഡെഫിനിഷൻ തന്നു പറഞ്ഞില്ലേ മോട്ടോർ ഡെവലപ്മെന്റ്? ഓക്കെ, പറയാം. Motor development refers to development of strength, speed, and accuracy in the rise of muscular part of the body and coordination and control of muscular movements. ഓക്കെ, മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് നമ്മുടെ സ്ട്രെങ്ത്, സ്പീഡ്, ആക്യുറസി, ഇതുപോലെ നമ്മുടെ മസിൽസ് പാർട്ടിന്റെ ബോഡിയിലെ മസിൽ പാർട്ടിന്റെ ഒരു നല്ല രീതിയിൽ സ്ട്രെങ്ത്തും സ്പീഡും കൂടുന്ന അല്ലെങ്കിൽ ആ ഒരു അതിന്റെ എല്ലാം ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോട്ടോർ ഡെവലപ്മെന്റ് പറയുന്നത്. മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർഡിനേഷനും കൺട്രോളും മോട്ടോർ മൂവ്മെന്റ്സിന് നമുക്ക് നല്ല രീതിയിൽ കോർഡിനേറ്റും കൺട്രോൾ ചെയ്താലാണ് നമുക്ക് മോട്ടോർ ഡെവലപ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കൈവരിക്കാൻ പറ്റുന്നത്. സാധാരണയായിട്ട് നമ്മൾ 2 മോട്ടോർ ഡെവലപ്മെന്റ്സ് പറയാറുണ്ട്. ഗ്രോസ് മോട്ടോർ സ്കിൽസ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് മോട്ടോർ സ്കിൽസ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്? പ്രോപ്പർ ആയിട്ട് മോട്ടോർ സ്കില്ലുകൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 2 ടൈപ്പ് സ്കിൽ ഉണ്ട്, മോട്ടോർ സ്കിൽസ് ഉണ്ട്. ഫസ്റ്റ് വരുന്നത് ഗ്രോസ് മോട്ടോർ സ്കിൽസും സെക്കൻഡ് വരുന്നത് ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ്. ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽസിന്റെ മൂവ്മെന്റ്സ്, നമ്മളിപ്പോ നടക്കുന്നു, അതേപോലെ തന്നെ ഓടുന്നു, റൺ ചെയ്യുന്നു, ജമ്പിങ്, അതേപോലെ ക്ലിമ്പിങ്, അതൊക്കെയാണ് എന്തിൽ വരുന്നത്? ഗ്രോസ് മോട്ടോർ സ്കിൽസിൽ വരുന്നത്. ഫൈൻ മോട്ടോർ സ്കിൽസിലേക്ക് വരുമ്പോൾ സ്മോൾ മസിൽസിന്റെ എന്താണ്? ഡെവലപ്മെന്റ് ആണ്. നമ്മള് ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. നമ്മൾ നടക്കുക, ഓടുക, ചാടുക, ഇതിനൊക്കെ നമുക്ക് ലാർജ് മസിൽസിന്റെ കോർഡിനേഷൻ വേണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ്. ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മോൾ മസിൽസിന്റെ മസിൽസ് ഗ്രൂപ്പ്സിന്റെ ഡെവലപ്മെന്റിനെയാണ് ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. എഴുതാൻ തുടങ്ങാം. നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഈ 2 വിരലുകളായിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അത് പെൻ ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ പെൻസിൽ ഹോൾഡ് ചെയ്ത് അത് എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്ത് എഴുതുക? റൈറ്റിംഗ്, അതേപോലെ ഡ്രോയിങ്, ഇതെല്ലാം ഫൈൻ മോട്ടോർ സ്കിൽസിന് വരുന്ന എക്സാമ്പിൾ ആണ്. ഓക്കെ,
കുട്ടികളിൽ ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് ഏത് മോട്ടോർ സ്കിൽസ് ആണോ? ഫൈൻ മോട്ടോർ സ്കിൽസ് ആണോ? ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആണോ? Gross motor skills. ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആണ്. കാരണം കുട്ടികൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം നമുക്ക് ആ ഒരു ജേണി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. കുട്ടികൾ ജനിച്ചൊരു 3 മാസത്തിനുള്ളിൽ കമന്ന് വീഴും, അങ്ങനെയല്ലേ? കമന്ന് വീഴുന്നു, അത് കഴിഞ്ഞ് ഒരു മുട്ടിൽ എഴയാൻ തുടങ്ങുന്നു, ഇരിപ്പുറയ്ക്കുന്നു, ദെൻ നടക്കാൻ തുടങ്ങുന്നു, പിന്നെ നിൽക്കാൻ പഠിക്കുന്നു, പിന്നെ നടക്കാൻ തുടങ്ങുന്നു, പിന്നെ ഓടാൻ തുടങ്ങുന്നു, പിന്നെ സ്റ്റെയർ കയറാൻ തുടങ്ങുന്നു. അങ്ങനെ ഓരോ സ്റ്റേജസ് ആയിട്ടാണ് ഈ ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആക്കുന്നത്. ഈ ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. ഇത് കഴിഞ്ഞ് ഒരു 3 years ഒക്കെ ആവുമ്പോഴായിരിക്കും ഒരു പെന്നൊക്കെ ഹോൾഡ് ചെയ്യുന്നത്, കയ്യിലിങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട്. അവർക്ക് ഈ ഒരു മസിൽസിന്റെ ഡെവലപ്മെന്റ് വരുന്നത് 3 കഴിഞ്ഞ് 4 years ഒക്കെ കഴിയുമ്പോഴേക്കാണ് ഇവിടെ ഹോൾഡ് ചെയ്ത് തുടങ്ങുന്നത്. സാധാരണ ടൈമിൽ നമ്മളുടെ അടുത്തേക്ക് വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ 3 to 6 yearsലെ ചൈൽഡ് ആയിരിക്കും നമ്മളുടെ അടുത്തേക്ക് വരുന്നത്, മോണ്ടിസോറി ഗവൺമെന്റിലേക്ക് വരുന്നത്. സോ നമ്മൾ ഈ കുട്ടികളെ 3 വയസ്സുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് അവരെ എഴുതിപ്പിക്കണം എന്നല്ല പറയുന്നത്. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്ന് പറഞ്ഞ ബോർഡുകൾ ഉണ്ട് നമുക്ക്. പ്രീ റൈറ്റിംഗ് ബോർഡ്സ്, അതിലൊരു പെൻ പോലത്തെ ഒരു സംഭവമുണ്ട്, പെൻ പോലത്തെ. അപ്പൊ അതിലിങ്ങനെ വരയ്ക്കാനൊക്കെ പറ്റും. നമുക്കിങ്ങനെ ഒരു ബോർഡ് ഉണ്ട്, അതിലിങ്ങനെ വരയ്ക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. സോ കുട്ടികളിൽ ആ ഒരു മോട്ടോർ ഡെവലപ്മെന്റ് ചെറുപ്പത്തിലേ തന്നെ നമ്മൾ ആ ഒരു പെൻ ഹോൾഡ് ചെയ്യണത് അതെങ്ങനെയാണെന്നുള്ളത് പഠിപ്പിക്കുകയാണ്. ദെൻ അവർ ഓട്ടോമാറ്റിക്കലി ട്രെയിൻഡ് ആവും, പിന്നെ അവര് സ്വയമേ ഇങ്ങനെ എഴുതി തുടങ്ങും. ഓക്കെ, അങ്ങനെ കുറച്ചും കൂടി അത് ഹെൽപ്ഫുൾ ആണ് കുട്ടികളിൽ. അങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് നമ്മുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത്, പാറ്റിക്സ് യൂസ് ചെയ്ത് അവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ട്രെയിൻ ചെയ്യിക്കുകയാണ്. ഓക്കെ, മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസ്കുലർ മൂവ്മെന്റ്സിന്റെ ഡെവലപ്മെന്റിനെയാണ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് പറഞ്ഞ മോട്ടോർ സ്കിൽസ് ആണ്. 2 മോട്ടോർ സ്കിൽസ് ഉണ്ട്. ഏതെല്ലാമാണ്? ഗ്രോസ് മോട്ടോർ സ്കിൽസും ഫൈൻ മോട്ടോർ സ്കിൽസും. ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ്, അതിന്റെ മൂവ്മെന്റ്സിനെയാണ്. ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ സ്മോൾ മസിൽ ഗ്രൂപ്പിന്റെ ഡെവലപ്മെന്റ്സിനെയാണ് പറയുന്നത്. ഗ്രോസ് മോട്ടോർ സ്കിൽസിന് എക്സാമ്പിൾ ഏതായിരുന്നു? റണ്ണിങ്, വാക്കിംഗ്, ജമ്പിങ് ഒക്കെ ആയിരുന്നു. ഫൈൻ മോട്ടോർ സ്കിൽസിന്റെ എക്സാമ്പിൾ ഏതായിരുന്നു? പറഞ്ഞിട്ടില്ല. ഹാൻഡ്സ്, ഫിംഗേഴ്സ്, റോൾ ചെയ്യാൻ പറ്റുന്ന സ്കില്ല്, റൈറ്റിംഗ്, ഡ്രോയിങ്, ബട്ടണിങ്. ഓക്കെ, അപ്പൊ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഫസിൽസ്, ബ്ലോക്സ്, പിന്നെന്താണ് പേപ്പർ ടിയറിങ്, കളറിങ്, പേപ്പർ ഫോൾഡിങ് ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ടിങ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കട്ട് ചെയ്ത് പഠിപ്പിക്കുന്നു. ബീഡ്സ്, ത്രെഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കുട്ടികളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. ഇതെല്ലാം അവർക്ക് എന്ത് മോട്ടോർ ഡെവലപ്മെന്റ് കുറച്ചും കൂടി സ്പീഡ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് മോട്ടോർ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അത് ഞാൻ പറഞ്ഞോ? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മോട്ടോർ ഡെവലപ്മെന്റ് നമുക്കിവിടെ പറഞ്ഞിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഏജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് മോട്ടോർ ഡെവലപ്മെന്റിൽ. ഇൻഫന്റ് ടു അഡോൾസെന്റേജ് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ആ ഏജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എക്സസൈസ്, കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുന്ന കുട്ടികൾക്ക് മോട്ടോർ ഡെവലപ്മെന്റ് സ്പീഡ് ആയിരിക്കുമോ സ്ലോ ആയിരിക്കുമോ? സ്പീഡായിരിക്കും. ഓക്കെ, ജെൻഡർ എന്ന് പറയുമ്പോൾ മെയിലും ഫീമെയിലും. പെൺകുട്ടികൾക്കായിരിക്കും ആൺകുട്ടികൾക്കായിരിക്കും മോട്ടോർ ഡെവലപ്മെന്റ് കുറച്ചും കൂടി സ്പീഡ് അല്ലെങ്കിൽ കൂടുതൽ? ആൺകുട്ടികൾക്കായിരിക്കും. കോമൺലി അങ്ങനെയാണ്. പെൺകുട്ടികളെക്കാളും കൂടുതലായിട്ട് ആൺകുട്ടികൾക്കായിരിക്കും എന്ത് മോട്ടോർ ഡെവലപ്മെന്റ് സ്പീഡ്. കാരണം അവർ സ്പോർട്സ് ആക്ടിവിറ്റീസും കുറെ മസ്കുലർ മൂവ്മെന്റ്സ് ഉള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആൺകുട്ടികൾ എപ്പോഴും എൻഗേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആൺകുട്ടികളിൽ മോട്ടോർ ഡെവലപ്മെന്റ് കുറച്ചുകൂടി സ്പീഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ്, ഗുഡ് ഹെൽത്ത്, ആക്സിഡൻസ് ആൻഡ് ഇഞ്ചുറീസ്. ഇപ്പൊ ആക്സിഡൻസും ഇഞ്ചുറീസ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ, എന്തെങ്കിലും വൈകല്യമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് മോട്ടോർ ഡെവലപ്മെന്റ് കുറവായിരിക്കും. അല്ലാത്ത കുട്ടികൾ നല്ല ഹെൽത്തി ആയിരിക്കും. പിന്നെ ജെനറ്റിക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെറിഡിറ്ററി ഫാക്ടർ ആക്ച്വലി അച്ഛനും അമ്മയൊക്കെ നല്ല സ്പോർട്സിലൊക്കെ നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല എന്താ പറയുക നല്ല മോട്ടോർ ഡെവലപ്മെന്റ് ഉള്ളവരാണെങ്കിൽ, നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ളവരാണെങ്കിൽ കുട്ടികളും അതേപോലെ ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് അത്രയും സ്പീഡിൽ ഉണ്ടാവില്ലേ മോട്ടോർ ഡെവലപ്മെന്റ്. ഹെറിഡിറ്ററി ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരു പരിധിവരെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോട്ടോർ ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം പറയുന്നത് മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് ആണ്. എന്താണ് പറയുന്നത്? മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു
1 വയസ്സൊക്കെ ആവുമ്പോ കുട്ടികള് എന്താ പറയാ അവരുടെ അടുത്തേക്ക് ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു വയസ്സുള്ള ഒരു കുട്ടി ഇരിക്കുകയാണ്, അവരുടെ അടുത്തേക്ക് ഒരു ബോൾ പോകണം, 1.5 വയസ്സായിക്കോട്ടെ, 1.25 വയസ്സൊക്കെ സമയത്ത് അവരുടെ അടുത്തേക്ക് ഒരു ബോൾ പാസ് ചെയ്ത് പോവാണെങ്കിൽ അവരുടെ ഫുൾ എനർജി എടുത്തിട്ട് വേണം ആ ഒരു ബോൾ എന്ത് ചെയ്യാനായിട്ട്, ക്യാച്ച് ചെയ്യാനായിട്ട്, അല്ലെ? 2 കൈയും കൊണ്ട് ഒരുമിച്ച് അതിന് എഫേർട്ട് എടുത്ത് ഒരുമിച്ച് ഭയങ്കരമായിട്ട് ഹഗ് ചെയ്തായിരിക്കും ആ ഒരു ബോൾ എന്ത് ചെയ്യുന്നത്, ക്യാച്ച് ചെയ്യണത്, അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ. അത് കഴിഞ്ഞൊന്ന് വലുതായി, ഒരു 2-2.5 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു ബോൾ പോകാൻ സിമ്പിൾ ആയിട്ട് അവരുടെ കൈ കൊണ്ട് ക്യാച്ച് ചെയ്യും. 3 വയസ്സാകുമ്പോഴേക്കാണ് ഒറ്റ കൈ കൊണ്ട് അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം കുട്ടികളിൽ മാസ് റിയാക്ഷൻസ് ആണ് കാണുന്നത്. ഫസ്റ്റ് അവന് ഫുൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ ഫുൾ എഫേർട്ട് അല്ലെങ്കിൽ അവന്റെ ഫുൾ എനർജി അതിലേക്ക് എന്ത് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് അവൻ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അവന് സ്പെസിഫിക് ആയിട്ട് ബോൾ അതിലേക്ക് പോവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് അവന് ഈസി ആയിട്ട് പറ്റും. അധികം എനർജിയുടെ ആവശ്യം വരുന്നില്ല. അപ്പൊ ചെറുപ്പത്തിൽ കുട്ടികൾ ഇൻഫന്റ് ആയിരിക്കുന്ന സമയത്ത് അവരുടെ റിയാക്ഷൻസ് എങ്ങനെയായിരിക്കും, മാസ് ആയിരിക്കും. ദെൻ അവർ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ റിയാക്ഷൻ സ്പെസിഫിക് ആവും. മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് ആണ് നമ്മൾ പറഞ്ഞത്. ഒരു കുട്ടിയുടെ അടുത്തേക്ക് അത് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിക്കണം. ഒരു കുട്ടിയുടെ അടുത്തേക്ക് ഒരു ബോൾ പാസ് ചെയ്ത് പോവാണ്, ആദ്യം അവനത് ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറുതായിരുന്ന സമയത്ത് അത് ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫുൾ എഫേർട്ടും ഫുൾ എനർജിയും അതിലേക്ക് സ്പെൻഡ് ചെയ്ത് വേണം ആ ഒരു ബോൾ എടുക്കാനായിട്ട്. ചിലപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികൾ പതുക്കെ നടന്നൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ അവര് ഓടി വന്ന ബോൾ നടന്ന് ചെന്നിട്ട് പിടിച്ചു എന്ന് വിചാരിച്ചു 2 കൈ കൊണ്ട് പിടിക്കും. കാരണം എന്താണ്, അവന് ഫുൾ എനർജി എടുത്തിട്ടാണ് അവൻ ആ ബോൾ ക്യാച്ച് ചെയ്തത്. പിന്നീട് അവൻ ആ ബോൾ പോകുമ്പോൾ അവന് പോയിട്ട് സിമ്പിൾ ആയിട്ട് ആ ബോൾ എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കാം. At the early stage, the child motor activities is identified by mass reaction. അവന് ചെറുപ്പത്തില് കുട്ടിയായിരിക്കുന്ന സമയത്ത് ഏർലി സ്റ്റേജസിൽ, ഡെവലപ്മെന്റിന്റെ ഏർലി സ്റ്റേജസിൽ കുട്ടികളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും, മാസ് ആയിരിക്കും. which little by little become adaptive and more specific it grow up. പിന്നീട് അത് കുട്ടി വലുതാവുന്നതിനനുസരിച്ച് കുറച്ചും കൂടി അഡാപ്റ്റീവ് ആയിരിക്കും, സ്പെസിഫിക് ആയിരിക്കും. സിമ്പിൾ ആയിട്ട് അവരുടെ ബോൾ എടുത്ത് പോകുമ്പോൾ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും, അത് ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അത്രയും എനർജിയുടെ അത് വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ട്രെൻഡ് ആണ് ലാർജ് ടു സ്മോൾ ട്രെൻഡ്. ഓക്കെ, ഇതില് മോട്ടോർ ആക്ടിവിറ്റി, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഓഫ് large fundamental muscles comes off before that of the smaller muscles. നമ്മൾ പറഞ്ഞതാണ് ഗ്രോസ് മോട്ടോർ സ്കില്ലും ഫൈൻ മോട്ടോർ സ്കില്ലിന്റെ കാര്യം പറഞ്ഞതാണ്. ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് ഏതാണ്, ലാർജ് ഫണ്ടമെന്റൽ മസിൽസ് ആണ് ആദ്യം എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അതിനുശേഷമാണ് സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് വരുന്നത്. ഓക്കെ, ആദ്യം ലാർജ് മസിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, റണ്ണിങ്, വാക്കിംഗ്, സ്റ്റാൻഡിങ്, ക്ലൈംബിംഗ് ദ സ്റ്റെയർ. അതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, ഡ്രോ ചെയ്യാൻ തുടങ്ങുന്നു, റൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് വരുന്നത്. അപ്പോൾ ആദ്യം കുട്ടികളിൽ മോട്ടോർ ആക്ടിവിറ്റീസിന്റെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആദ്യം വരുന്നത് എവിടെയാണ്, ലാർജ് ഫണ്ടമെന്റൽ മസിൽസിലാണ്. അതിനുശേഷമായിരിക്കും സ്മോൾ മസിൽസിലേക്ക് ഈ മോട്ടോർ എന്താ പറയുക കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ വരുന്നത്. ഓക്കെ, ഈ 2 പോയിന്റും ക്ലിയർ ആണോ? മാസ് ടു സ്പെസിഫിക് ട്രെൻഡും ലാർജ് ടു സ്മോൾ ട്രെൻഡും. എക്സാമ്പിൾ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, എക്സാമ്പിൾ ഇപ്പൊ നമുക്കത് ഓർമ്മയിലുണ്ടാവും, പിന്നീട് അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ എക്സാമ്പിളിലൂടെ കണക്ട് ചെയ്ത് വരാനായിട്ട് പറ്റും. മനസ്സിലായില്ല. ലാർജ് ടു സ്മോൾ ട്രെൻഡ് മനസ്സിലായില്ല. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ആദ്യം മോട്ടോർ ഡെവലപ്മെന്റിൽ 2 സ്കില്ലുണ്ട്, ഗ്രോസ് മോട്ടോർ സ്കില്ലും ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞില്ലേ, അത് ഓർമ്മയുണ്ടോ? ഞാൻ ക്ലാസ് കുറെ മിസ്സായി, അതാണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അതില്ലേ നമ്മുടെ കുട്ടികളില് ആദ്യം അവരുടെ ഏർലി സ്റ്റേജ് ഡെവലപ്മെന്റ് സമയത്ത് ലാർജ് മസിൽസ്, ഫണ്ടമെന്റൽ മസിൽസിന്റെ ആയിരിക്കും ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ആദ്യം എന്ത് ചെയ്യാൻ തുടങ്ങും, കുട്ടിലഴയാനും പിന്നെ ഇരിക്കാനും നടക്കാനും ഓടാനും സ്റ്റെയർ കയറാനൊക്കെ തുടങ്ങും. അതൊക്കെ ലാർജ് മസിൽസിന്റെ കോർഡിനേഷൻ ആൻഡ് കൺട്രോളിലൂടെയാണ് സംഭവിക്കുന്നത്. പിന്നീടാണ് കുട്ടികൾ വളരുന്നതിനനുസരിച്ചാണ് ഈ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് വരുന്നത്. സ്മോൾ മസിൽസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഹാൻഡ് ഉണ്ടല്ലോ, പെന്നൊക്കെ പിടിക്കാൻ അല്ലെങ്കിൽ പെൻസിൽ ഹോൾഡ് ചെയ്യാൻ
ഓർ എന്തെങ്കിലുമൊക്കെ ഹോൾഡ് ചെയ്യാനൊക്കെ തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു മസിൽസിന്റെ സ്മോൾ മസിൽസിന്റെ എന്ത് വരണം, ഡെവലപ്മെന്റ് ആൻഡ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ വരണം. അപ്പൊ ഈ സ്മോൾ മസിൽസിന്റെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ കുട്ടികളിൽ വൈകിയാണ് വരുന്നത്, സ്ലോ ആയിട്ടാണ്. അപ്പൊ അത് ആദ്യം കുട്ടികൾ നടന്നു തുടങ്ങും, നടക്കാൻ തുടങ്ങുന്നു, ഓടാൻ തുടങ്ങുന്നു, പിന്നെ എന്താ പറയാ അങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് പിന്നീടായിരിക്കും അവര് എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്, പെൻസിലൊക്കെ ഹോൾഡ് ചെയ്യാനും എഴുതാനും വരയ്ക്കാനൊക്കെ തുടങ്ങുന്നത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, കുട്ടികൾ അങ്ങനെയാണ്. ആദ്യം അവരുടെ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റിന് ശേഷമാണ് സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. സോ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, രണ്ട് ഡെവലപ്മെന്റ് പ്രോപ്പർ ആവണം എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് നോർമലി എല്ലാ കുട്ടികളും ഇന്ന ഏജിൽ ഇന്ന ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. നമ്മള് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് റീഡ് ചെയ്യണം കേട്ടോ. അപ്പം സ്മോൾ മസിൽസിലേക്ക് വരുമ്പോൾ നമുക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ്, ആൽഫബറ്റ്സിന്റെ കാര്യം പറഞ്ഞു, ആൽഫബറ്റ്സ് ബോർഡിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കുട്ടിയിലുള്ള ആൽഫബറ്റ്സ് ബോർഡിന്റെ കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആൽഫബറ്റ് ബോർഡ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എക്സാമ്പിൾ ആയിട്ട്. അതിൽ നമുക്ക് കുട്ടികളെ കൊണ്ട്, ഒരു 3 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് ജസ്റ്റ് ഡ്രോ ചെയ്യുന്ന പോലെ നമുക്ക് ആ ഒരു വുഡിന്റെ ഒരു പെൻസിൽ പോലത്തെ ഒരു സംഭവം അത് വെച്ചിട്ട് നമുക്ക് അവരെ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യിപ്പിച്ച് അത് അവർക്ക് അത് പ്രാക്ടീസ് ആക്കും. പിന്നെ അവര് ആൽഫബറ്റ്സ് എന്ത് ചെയ്ത് തുടങ്ങും, നോർമലി എഴുതി തുടങ്ങും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമുക്കത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണ്. കുട്ടികളിൽ രണ്ട് സ്കിൽസും ഡെവലപ്പ് ആവാനായിട്ട് രണ്ടും ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, മാസ് ടു സ്പെസിഫിക് ട്രെൻഡ്, ലാർജ് ടു സ്മോൾ ട്രെൻഡ് ആണ് നമ്മൾ പറഞ്ഞത്. ലാർജ് ടു സ്മോൾ ട്രെൻഡിൽ നമ്മുടെ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആദ്യം സംഭവിക്കുന്നു, അതിനുശേഷമാണ് സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് 2 പോയിന്റും. നിങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നാണ് ബുദ്ധനായിട്ടുള്ള ആൽഫബറ്റുകൾ. ഇതിലൊരു പെൻസിലും കൂടി നമുക്ക് കിട്ടും. അപ്പൊ കുട്ടികളെ കൊണ്ട് നമുക്ക് ആൽഫബറ്റ്സ് ഹോൾഡ് ചെയ്ത് പെൻസിൽ ആ ഒരു ബുദ്ധിന്റെ തന്നെ ഒരു പെൻസിൽ കൊടുക്കാൻ നൈസ് ആയിട്ടുള്ള പെൻസിലാണ്. ഈ ആൽഫബറ്റ്സ് നമ്മൾ കുട്ടികളെ കൊണ്ട് അതിങ്ങനെ ട്രെയിൻ ചെയ്യിക്കുക, ഇങ്ങനെ വരച്ച് ചെയ്യിക്കുക. അവർ ഓട്ടോമാറ്റിക്കലി അതിൽ ട്രെയിൻഡ് ആവാണ്. അപ്പൊ അവർക്കത് നമ്മള് എന്താ പറയാ, നമ്മൾ കൈയൊക്കെ പിടിച്ച് എഴുതിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണെന്നറിയാവോ ഇങ്ങനെ അവർ തന്നെ സ്വയമേ ആൽഫബറ്റ്സ് ഒക്കെ സ്വയമേ എഴുതാനൊക്കെ പഠിക്കുന്നത്. ഓക്കെ, ഏതാണ് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ പെൻസില് രണ്ടുണ്ട്, ക്യാപിറ്റൽ ലെറ്റർ ആവട്ടെ സ്മോൾ ലെറ്റർ ആവട്ടെ, അപ്പൊ രണ്ടും എഴുതി അവർ ശീലിക്കുകയാണ്. അപ്പൊ അവര് സ്വയമേ അത് എഴുതാനായിട്ട് പഠിക്കും. അവർ പഠിക്കുന്ന രീതിയിൽ അപ്പൊ എങ്ങനെ പെൻസിൽ ഹോൾഡ് ചെയ്യണം, നമ്മളൊരു 3 വയസ്സ് മുതൽ ഒരു 4-5 വയസ്സ് വരെയൊക്കെ നമ്മൾ 4 വയസ്സ് വരെയൊക്കെ ഇതിങ്ങനെ അവരെ കൊണ്ട് റിപ്പീറ്റ് ആയിട്ട് ചെയ്യിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എങ്ങനെ പെൻസിൽ ഹോൾഡ് ചെയ്യണം, സ്മോൾ മസിൽസ് ഈ ഒരു ഫിംഗേഴ്സിന്റെ ഒക്കെ സ്മോൾ മസിൽസിന്റെ കോർഡിനേഷൻ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഇതേപോലത്തെ ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. കളറിങ് ചെയ്യിപ്പിക്കാം. ഞാൻ പറഞ്ഞ ആൽഫബറ്റ്സ് ബോർഡ് പോലെ തന്നെയാണ് കളറിങ് ചെയ്യുന്നത്. ക്രയോൺസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് അത് എന്ത് ചെയ്യുന്നു, കളർ ചെയ്യുന്നു. ഇത് കുറച്ച് കുട്ടികളുടെ മോട്ടോർ ഡെവലപ്മെന്റ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫൈൻ മോട്ടോർ സ്കിൽസ് കൂട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ ലാർജ് ടു സ്മോൾ ട്രെൻഡ് ഇല്ലേ, അതിനൊരു പേര് കൂടി ഉണ്ട് കേട്ടോ. എല്ലാവരും കേൾക്കുന്നുണ്ടോ? ലാർജ് ടു സ്മോൾ ട്രെൻഡിന്റെ ഒരു പേര് കൂടി ഉണ്ട്. എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആൻഡ് ഫൈൻ മോട്ടോർ സ്കിൽസ് ആണോ മാം? ഗ്രോസ് ടു ഫൈൻ, ഗ്രോസ് ടു ഫൈൻ അങ്ങനെ ഇട്ടോ. ലാർജ് ടു സ്മോൾ ട്രെൻഡിന് ഗ്രോസ് ടു ഫൈൻ. ഓക്കെ കേട്ടാ, ഗ്രോസ് ടു ഫൈൻ. ഓക്കെ, എല്ലാരും റീഡ് ചെയ്തോ ഈ 2 പോയിന്റും? റീഡ് ചെയ്തോ? ഇനി കുട്ടികളിലെ ഏത് ഭാഗമാണ് ഇത് ഫസ്റ്റ് ഡെവലപ്പ് ആകുന്നത്? ഏത് ബോഡി പാർട്ടാണ് ഇത് ഫസ്റ്റ് ഡെവലപ്പ് ആകുന്നത്? ഇത് ജനിച്ചു കുട്ടികളെ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ പറയും, ആദ്യം പറയാനൊരു ഇതുണ്ട്, കുട്ടിയുടെ ഹെഡ് നമ്മൾ സൂക്ഷിച്ചു പിടിക്കണം. തല ഉറച്ചിട്ടില്ല, തല ഒരു 3 മാസമൊക്കെ ആവുമ്പോഴേക്ക് തല ഉറക്കുള്ളൂ. തലയൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്യും, മുകളിലേക്ക് കിടക്കുള്ളൂ. അപ്പൊ നമ്മൾ തല നമ്മൾ കയ്യിൽ എപ്പോഴും ഹോൾഡ് ചെയ്യണം 3 മാസമൊക്കെ വരെ. ഏത് റീജിയനാണ് ഫസ്റ്റ് ഡെവലപ്പ് ആകുന്നത്? ഹെഡ് ആണ്. ഹെഡ് റീജിയൻ ആണ് കുട്ടികളിൽ ഫസ്റ്റ് ഡെവലപ്പ് ആവുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും തല ഉയർത്തിയവര് തല പൊക്കി നോക്കും. ദെൻ അവർ കമന്ന് വീഴും, അല്ലെ? കമന്ന് വീഴുന്നു. ദെൻ അവര് എന്ത് ചെയ്യുന്നു? ഇരിക്കാൻ ശ്രമിക്കുന്നു. ചില കുട്ടികൾ മുട്ടിലെഴഞ്ഞു തുടങ്ങും. ചിലവര് മുട്ടിലെഴഞ്ഞു കഴിയുമ്പോൾ നിൽക്കാൻ തുടങ്ങുന്നു. അപ്പോഴേക്കുമാണ് അവരുടെ എന്താണ് കാലിലേക്ക് ഡെവലപ്മെന്റ് വരുന്നത്, നമ്മുടെ ഫുട്ട് റീജിയനിലേക്ക് ഡെവലപ്മെന്റ് വരുന്നത്. ആദ്യം അവരെന്ത് ചെയ്യുന്നു? ഹെഡ് ആയിട്ട് ഉയർത്താൻ തുടങ്ങുന്നു. അപ്പൊ ഹെഡ് റീജിയനിൽ അവർക്ക് ഡെവലപ്മെന്റ് വരുന്നു. പിന്നെ അവർ കൈയൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ തുടങ്ങുന്നു. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് കളിക്കുന്നു. പിന്നെ അവര് എന്താ പറയാ, മുട്ടിലെഴയാൻ തുടങ്ങുന്നു, കമന്ന് വീഴാൻ വീഴും. പിന്നെ മുട്ടിലെഴയാൻ തുടങ്ങുന്നു, ഇരിക്കുന്നു. ദെൻ അതൊക്കെ അവര് തിരിച്ച് അവരെ ഫുള്ള് നമ്മുടെ ബോഡിയിലെ ഫുട്ട് വരെയും ഡെവലപ്മെന്റ്, ഫുട്ട് റീജിയൻ വരെ ഡെവലപ്മെന്റ് നടന്നാൽ മാത്രമാണ് അവർക്ക് നിൽക്കാൻ പറ്റുന്നത്, കുട്ടികളിൽ നിൽക്കാനായിട്ട് പറ്റുന്നത്. മാം, ലാർജ് ടു സ്മോൾ ട്രെൻഡ് എന്ന് പറഞ്ഞതിന് വേറൊരു പേര് ടീച്ചർ പറഞ്ഞില്ലേ? മാം പറഞ്ഞില്ല, അതൊന്നുകൂടെ പറയാം മാം. ഗ്രീഷ്മ, ഞാനൊന്ന് പറയാട്ടോ അവിടെ ഇൻഫോം ചെയ്യാവേ. ഗ്രീഷ്മ നിന്നെ ഒരു മിനിറ്റ് ആടാ. ഗ്രീഷ്മ, അക്കുട്ടിനോട് നമ്മളുടെ ഗൂഗിൾ മീറ്റ് എന്ത് ചെയ്യാനായിട്ട്, ഗൂഗിൾ മീറ്റിൽ ക്ലാസ് റൂമും അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഒന്ന് അതേപോലെ ഇൻസ്റ്റാൾ ചെയ്ത് കയറാൻ പറയാൻ പറ്റുമോ? പറഞ്ഞു നോക്കോ? അങ്ങനെ ചെയ്തോ ആള്? ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യുന്ന ഗൂഗിൾ മീറ്റ് ക്ലാസ് റൂം എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, നിങ്ങളുടെ മെയിൽ ഐ ഡി ഒക്കെ വെച്ചിട്ട് ലോഗിൻ ചെയ്യുക കേട്ടോ. അതിന് എന്തോ ഒരു പുതിയൊരു എന്തോ പ്രശ്നം വന്നിട്ട് പറയുന്നത് കുട്ടികൾ പറയുന്നുണ്ട് കേട്ടോ. ഗൂഗിൾ ക്ലാസ് റൂമും ഗൂഗിൾ മീറ്റും ആണോ മാം? ക്ലാസ് റൂമും ഗൂഗിൾ മീറ്റ്. ഓക്കെ, രണ്ടും കേട്ടോ. ജ്യോതിയുടെ നമ്പർ ഒന്ന് എനിക്ക് സെൻഡ് ചെയ്തോ കേട്ടോ കൃഷ്ണ. ഓക്കെ മാം, ഓക്കെ മാം. ഓക്കേടാ, ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി ലാർജ് ടു സ്മോൾ ട്രെൻഡിന് ഗ്രോസ് ടു ഫൈൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്, ഗ്രോസ് ടു ഫൈൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുട്ടികളിൽ ആദ്യം ഡെവലപ്മെന്റ് നടക്കുന്നത് ഏത് പാർട്ടിലാണ്? ഹെഡ് പൊസിഷൻ. അത് കഴിഞ്ഞിട്ടാണ് എവിടേക്ക് വരുന്നത്? ഫുട്ട്, ഹെഡ് ടു ഫുട്ട് ട്രെൻഡ്. നമ്മൾ സ്റ്റെഫലോ കോഡൽ ട്രെൻഡ് എന്നാണ് ഈ ട്രെൻഡിനെ പറയണെങ്കിലും ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്താണ്? സ്റ്റെഫലോ കോഡൽ ട്രെൻഡിന്റെ വേറൊരു പേരാണ് ഹെഡ് ടു ഫുട്ട് ട്രെൻഡ്. അപ്പൊ നമുക്ക് നോക്കാം. മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഡെവലപ്പ് ഫസ്റ്റ് ഇൻ ഹെഡ് റീജിയൻ. കുട്ടികളിൽ മോട്ടോർ ഡെവലപ്മെന്റ് ആൻഡ് കോർഡിനേഷൻ ആദ്യം സംഭവിക്കുന്നത് ഹെഡ് റീജിയനിലാണ്. ആൻഡ് ദെൻ പ്രൊസീഡ് ഡൗൺ ടു ദ ഫുട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ്. നമുക്ക് നേരൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഹെഡിൽ നിന്ന് ഫുട്ടിലേക്കായിരിക്കും എന്ത് വരുന്നത്? കുട്ടികളിൽ മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സംഭവിക്കുന്നത്. ഈ ഹെഡ് ടു ഫുട്ട് ട്രെൻഡിന് പറയുന്ന വേറൊരു പേരാണ് എന്ത്? സ്റ്റെഫലോ കോഡൽ ട്രെൻഡ്. ഹെഡ് ടു ടെയിൽ ട്രെൻഡ് എന്നും പറയാറുണ്ട് കേട്ടോ. രണ്ട് പേരുണ്ട്. സ്റ്റെഫലോ കോഡൽ ട്രെൻഡിനെ എന്താക്കിയാണ്? ഹെഡ് ടു
ഫുഡ് ട്രെൻഡ്, പിന്നെ ഹെഡ് ടു ടെയിൽ. ഓക്കെ, ഹെഡ് ടു ടെയിൽ. സ്പെല്ലിംഗ് പറയാം മാം, സ്പെല്ലിംഗും കൂടി ഒന്ന് പറയാം. ഹെഡ് ടു എന്തോ മെസ്സേജ് കാണില്ലേ മോൻ? ക്ലിയർ കാണുന്നില്ല മാം, ക്ലിയർ ആവുന്നില്ല, പറയണ മനസ്സിലാകുന്നില്ല. എടാ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആണോ? ചാറ്റ് ബോക്സിലുണ്ട്. ഓക്കെ മാം, താങ്ക് യു. ഒന്ന് നോക്കി, മോനത് എടുക്കാൻ അറിയാത്തോണ്ടാണെങ്കിലോ? നോക്കിക്കോളാം മാം. ചാറ്റ് ബോക്സ് ഫുള്ള് നോക്കട്ടാ, മെസ്സേജ് നോക്കാം. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും ടൈപ്പ് ചെയ്ത് തന്നിട്ടാടാ. ഓക്കെ മാം, നോക്കിക്കോളാം. ഓക്കെ ട്ടാ, നമ്മളപ്പോ ഓക്കെ മാം, കണ്ടു. മെസ്സേജ് കണ്ടു മാം, താങ്ക് യു മാം. എന്താണ് ട്രെൻഡിന്റെ മറ്റു രണ്ട് പേരുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഹെഡ് ടു ഫുഡ് ട്രെൻഡ്. ഹെഡ് എന്ന് പറയുന്നത് ഹെഡ് റീജിയൻ, ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ പാദം, ആ ഒരു റീജിയൻ വരെയുള്ള ഡെവലപ്മെന്റ് ആണ്. ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസിലാണ് ഈ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. നേതായിട്ടാണ് ഹെഡിൽ നിന്ന് ഫുഡിലേക്ക് ആണ് ഡെവലപ്മെന്റ് വരുന്നത്. ഈ ട്രെൻഡിൽ തന്നെ മറ്റൊരു പേര് കൂടിയിട്ട് ഹെഡ് ടു ടെയിൽ ട്രെൻഡ് എന്ന് പറയാറുണ്ട്. അപ്പോൾ കുട്ടികളിൽ ആദ്യം ഹെഡ് റീജിയനിലാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. പിന്നീടാണ് ഫുഡ് റീജിയനിലേക്ക് ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നത്, മാറുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഒരു ട്രെൻഡാണ് പ്രോക്സിമോ കോഡൽ ഡിസ്റ്റൽ ട്രെൻഡ്. പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്. ഓക്കെ, പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്. ആ പേര് നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്. നമ്മുടെ ബോഡിയിൽ ഒരു കുട്ടി കൺസ്യൂം ചെയ്തതിനു ശേഷം ഏറ്റവും ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻ ഏതാണ്? ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ബോഡിയിലെ ഏറ്റവും ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻ ഏതാണ്? എന്താണ്? ആദ്യം ഹാർട്ട് ബീറ്റ് ഉണ്ടോന്നല്ലേ നോക്കുള്ളൂ. അതെ, ഹാർട്ട് ആണ്. നമ്മളെ ഏറ്റവും ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻ ആണ് ഹാർട്ട്. സോ ഹാർട്ട് ഡെവലപ്പ് ആകുന്നു, അതിനുശേഷമാണ് നമ്മൾ ബ്ലഡ് സെൽസ്, ഓരോ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആകുന്നു. പിന്നെയാണ് ഇന്റേണൽ ഓർഗൻസ് ആണ് ഫസ്റ്റ് ഡെവലപ്പ് ആകുന്നത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കാല് കൈയൊക്കെ ഡെവലപ്പ് ആകുന്നത് കുട്ടികളിൽ. സൈഗോട്ട് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഈ എംബ്രിയോന്റെ ആ ഒരു പോർഷൻ ഉണ്ട്, ഞാൻ ഒന്നുകൂടി ഇട്ടേക്കാട്ടെ, പറയാം, ക്ലിയർ ആവും. എംബ്രിയോന്റെ അല്ലേ? ഓക്കെ, ഇവിടെ നോക്കിയിട്ട് കാണാൻ പറ്റില്ല. ഫോർ ദ ഫസ്റ്റ് 2 months the new life is called embryo. ഫസ്റ്റ് 2 monthsന്റെ ലൈഫിനെയാണ് നമ്മൾ എംബ്രിയോ എന്ന് പറയുന്നത്. During this period, all internal and external resources start to develop and function. Internal and external ആയിട്ടുള്ള പാർട്സുകൾ ഈ ടൈമിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. Different cells are made such as blood cells, bone cells, muscle cells ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. 8 ആഴ്ച ആകുമ്പോഴേക്കും ഏറ്റവും ഫസ്റ്റ് നമ്മൾ എന്താ പറയാ, ഒരു അമ്മ പ്രഗ്നന്റ് ആണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹാർട്ട് ബീറ്റ് വന്നോ? ഫസ്റ്റ് വരുന്നത് എന്താണ്? പിന്നെ ഹാർട്ട് ഹാവ് ബീൻ ബീറ്റിംഗ് ഫോർ ഓൾമോസ്റ്റ് എ മന്ത്. ചെറിയ ഹാർട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, ഹാർട്ട് ബീറ്റ് വന്നു തുടങ്ങും. പിന്നീടാണ് ദ ലങ്സ്, ലിവർ, സ്റ്റൊമക് ആൻഡ് ബ്രെയിൻ സ്റ്റാർട്ട് ടു ഫോം സെക്സ് ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ആകുന്നത്, എംബ്രിയോയിൽ ഡെവലപ്പ് ആകുന്നത്. ഇതിനു ശേഷമാണ് നമ്മൾ കുട്ടികളിൽ എന്ത് വരുന്നത്, ബാക്കിയുള്ള പാർട്സുകൾ. ആ ഒരു എംബ്രിയോയുടെ ആ ഒരു സ്റ്റേജ് മാറി എന്ത് വരുന്നത്, കുട്ടികളിൽ ഹെഡ് പൊസിഷൻ, അതേപോലെ തന്നെ കൈ കാലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്, ഡെവലപ്പ് ആകുന്നത് കേട്ടോ. ഓക്കെ, ആദ്യം നമ്മുടെ സെൻട്രൽ പാർട്ട്, ബോഡിയുടെ സെൻട്രൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ പാർട്ടാണ് ഡെവലപ്പ് ആകുന്നത്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്,
ഇന്റേണൽ പാർട്ടാണ് ആദ്യം ഡെവലപ്പ് ആകുന്നത്. അതിനുശേഷമാണ് എക്സ്റ്റേണൽ പാർട്ടായിട്ടുള്ള നമ്മുടെ കൈ, കാൽ അതൊക്കെ എന്ത് ചെയ്യുന്നത് ഡെവലപ്പ് ആയി വരുന്നത്. ഓക്കെ, ആദ്യം ഇവിടെ വെച്ച് തന്നെ ഒരു എത്ര മനസ്സിലായി, ഇതിപ്പോ 3 months കാണിക്കുന്നത്. ഇതിന് മുൻപേ തന്നെ കുട്ടിയില് എന്ത് ഹാർട്ടും ലങ്സും അതേപോലെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ എക്സ്റ്റേണൽ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. പിന്നെ അതേപോലെ തന്നെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ, നമുക്കൊരു ടെയില് പോലത്തെ ഒരു പാർട്ട് ഉണ്ട്. ഈ ടെയില് പോലത്തെ പാർട്ടാണ് പിന്നീട് മാറി നമുക്ക് ലെഗ് ആയിട്ട് നമ്മുടെ കാലായിട്ട് മാറുന്നത്. അതറിയാലോ നിങ്ങൾക്ക്, ടെയില് പോലത്തെ ഒരു പാർട്ട് ഉണ്ട്, അതാണ് നമുക്ക് ലെഗ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോ നമ്മൾ എന്താ പറഞ്ഞത്, ഫസ്റ്റ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ്, ഇന്റേണൽ ഓർഗൻസ് ആണ്. സോ നമ്മൾ പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് എന്ന് പറയുന്നത് മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സെൻട്രൽ ലൈൻ ഓഫ് ദ ബോഡിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൻട്രൽ ഓർഗനിൽ ഉള്ളിൽ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സെൻട്രൽ പാർട്ടിലാണ് ആദ്യം എന്ത് ചെയ്യുന്നത് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ആൻഡ് ബോഡി ആക്സസ് ടു ദ ഔട്ടർ പാർട്ട് ആൻഡ് മോർ ഫാർ അവേ ഫ്രം ഇറ്റ്. അതിനുശേഷമാണ് എവിടേക്ക് വരുന്നത്, ഔട്ടർ പാർട്ടിലേക്ക് വരുന്നത്. സോ ഈ ഒരു ട്രെൻഡിനെ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രൽ ടു ഔട്ടർ ട്രെൻഡ്. എന്താണ് പറയുന്നത്, സെൻട്രൽ ടു ഔട്ടർ. ഓക്കെ, അത് എഴുതി വെച്ചോട്ടോ, സെൻട്രൽ പാർട്സ് ടു ഔട്ടർ പാർട്ട്. ഡെവലപ്മെന്റ് എങ്ങനെയാണ്, പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് പറയുന്ന ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ആദ്യം ഒരു കുട്ടിയുടെ ഇന്റേണൽ പാർട്സ് ആണ് ഡെവലപ്പ് ആകുന്നത്, അതിനുശേഷമാണ് എക്സ്റ്റേണൽ പാർട്ടിലേക്ക് ഡെവലപ്മെന്റ് വരുന്നത്. സോ ഇത് സെൻട്രൽ ടു ഔട്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നു. ഓക്കെ, സെൻട്രൽ ഇത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് മാർക്ക് ചെയ്തെടുത്തോട്ടോ. സെൻട്രൽ ടു ഔട്ടർ അതേപോലെ തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ. മാർക്ക് ചെയ്തോ? ക്ലിയർ ആണോ പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്? ഓക്കെ, ഇനി കുട്ടികൾ ആദ്യം ഭക്ഷണം കഴിക്കുമ്പോ എത്ര കൈ യൂസ് ചെയ്യും, എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത്, 2 കൈ കൊണ്ട് ഭക്ഷണം കഴിക്കും, 1 കൈ കൊണ്ട് ഭക്ഷണം കഴിക്കും, നമ്മളെയൊക്കെ പോലെ എങ്ങനെയാ 2 കൈ കൊണ്ട് ഭക്ഷണം കഴിക്കും അല്ലെ? അവർ എഴുതാൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണ്, അവർ 1 കൈ കൊണ്ട് എഴുതോ 2 കൈ കൊണ്ട് എഴുതോ? 2 കൈ കൊണ്ട്. അവർക്ക് ആ ഡിഫറൻസ് അറിഞ്ഞുകൂടാ. ഇത് അവർക്ക് ഭക്ഷണം എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതി, അവർക്ക് ഏത് കൈ യൂസ് ചെയ്യണം അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാ. ഫസ്റ്റ് കുട്ടികളിൽ കാണുന്ന ബൈലാറ്ററൽ ട്രെൻഡ് ആണ്. ഫസ്റ്റ് കുട്ടികളിൽ കാണുന്നത് എന്ത് ട്രെൻഡാണ്, ബൈലാറ്ററൽ. ബൈ എന്ന് പറയുമ്പോൾ 2 എന്നുള്ളൊരു മീനിങ് ആണ് ബൈ എന്ന് പറയുമ്പോൾ. ബൈലാറ്ററൽ ട്രെൻഡ് ആണ് കുട്ടികളിൽ കാണുന്നത്. പിന്നീടാണ് അത് യൂണിലാറ്ററൽ ട്രെൻഡിലേക്ക് മാറുന്നത്. കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ച് ലെഫ്റ്റ് ഓർ റൈറ്റ് ഏതാണോ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഹാൻഡ് അത് യൂസ് ചെയ്തായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഫുഡ് കഴിക്കുന്നത്, എഴുതുന്നത്, അങ്ങനെ മറ്റു ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. ആദ്യം കുട്ടികളിൽ ബൈലാറ്ററൽ ട്രെൻഡ് ആണ്. അവർക്ക് ആ ഒരു ഡിഫറൻസ് അറിഞ്ഞൂടാ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കൈ യൂസ് ചെയ്യണം, അങ്ങനെ ഡിഫറൻസ് അവർക്ക് അറിഞ്ഞൂടാ. പിന്നീടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഏതെങ്കിലും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, ചില കുട്ടികളാണെങ്കിൽ റൈറ്റ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്, ചില കുട്ടികൾ ലെഫ്റ്റ് പ്രിഫർ ചെയ്യും. ഓക്കെ, അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല, അത് ഏതെങ്കിലും ഒന്നിലേക്ക് അവർ എന്ത് ചെയ്യും, അത് കേന്ദ്രീകരിക്കും. ഓക്കെ, ആദ്യം കുട്ടികളിൽ ഫുഡൊക്കെ ഭക്ഷണങ്ങൾ കുട്ടി ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ 2 കൈയും അവർക്ക് യൂസ് ചെയ്യാറുണ്ട്, ഫുഡ് കഴിക്കുമ്പോഴായാലും എഴുതുമ്പോഴായാലും. പിന്നീട് അതായത് ആ ഒരു കൈയിലേക്ക് അത് പോകും. ഓക്കെ, a newborn infant is shaped by bilateral symmetrical organism automatically, morphically and functionally. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാരീരികപരമായിട്ടും ഫങ്ഷണലായിട്ട് പ്രവർത്തനപരമായിട്ടും അവരെന്താണ്, ഒരു ബൈലാറ്ററൽ സിമെട്രിക്കൽ ഓർഗാനിസം ആണ് കുട്ടികൾ എന്ന് പറയുന്നത്. ബട്ട് ആസ് ഇറ്റ് ഗ്രോ അപ്പ്, അവർ വളരുന്നതിനനുസരിച്ച് പ്രിഫറൻസ് ടു വൺ ഓഫ് ദ ഡയറക്ഷൻ, കുട്ടികൾ വളരുന്നതിനനുസരിച്ചാണ് അവർക്ക് ആ പ്രിഫറൻസ് വരുന്നത്. ഏത് പ്രിഫറൻസ്, അവർ ഏത് കൈ യൂസ് ചെയ്യണം, അവർക്ക് ഏത് ഡയറക്ഷൻ ആയിരിക്കും കുറച്ചും കൂടി പ്രിഫറബിൾ, ആ ഒരു ഡയറക്ഷനിലേക്ക് കുട്ടികൾ വരും. ഓക്കെ, പ്രിഫറൻസ് ടു വൺ ഓഫ് ദ ഡയറക്ഷൻ, റൈറ്റ് ഓർ ലെഫ്റ്റ് ഒക്കേഴ്സ് പ്ലേസ്, ഏതാണോ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും കുട്ടികൾ എന്ത് ചെയ്യുന്നത്, പിന്നീട് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അവർ എന്ത് ചെയ്യുന്നു, പിന്നെ ആവുന്നു അവർ യൂണിലാറ്ററൽ ട്രെൻഡിലേക്ക് വരും. ആദ്യം കുട്ടികൾ ഇൻഫന്റ് സ്റ്റേജില്
കുട്ടികളിൽ ബൈലാറ്ററൽ ട്രെൻഡ് ആണ്, ബൈലാറ്ററൽ സിമെട്രിക്കൽ ഓർഗാനിസം ആണ്. പിന്നീടാണ് അവർ ആ ഒരു യൂണിലാറ്ററലിലേക്ക് വരുന്നത്. സോ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്ത പോർഷൻ എന്താണ്? ബൈലാറ്ററൽ യൂണിലാറ്ററൽ ട്രെൻഡ് ആണ്. കുട്ടികൾ ജനിക്കുമ്പോൾ അവര് ബൈലാറ്ററൽ ആണ്, രണ്ട് ഹാൻഡ്സ് യൂസ് ചെയ്യും. പിന്നീടാണ് അവർ ഇതിലേക്ക് മാറുന്നത്, യൂണിലാറ്ററലിലേക്ക് വരുന്നത്, ലെഫ്റ്റ് ഓർ റൈറ്റ് ആ ഒരു ഡയറക്ഷനിലേക്ക് അവർ വരുന്നത് എപ്പോഴാണ്? പിന്നീടാണ്, കുട്ടികൾ വളരുന്നതിനനുസരിച്ചാണ്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കി ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ. ആ എക്സാമ്പിൾ എഴുതി വെച്ചോട്ടോ. എക്സാമ്പിൾ വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഈ പ്രിൻസിപ്പൽ സ്കൂളിൽ നമുക്ക് എക്സാമ്പിൾ വെച്ച് പഠിക്കാൻ പറ്റുള്ളൂ. അത് കുറച്ച് എളുപ്പമാവണമെങ്കിൽ എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. റീഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്സിമം ടു മിനിമം ട്രെൻഡ് ആണ്. നമ്മൾ ആദ്യം ലാർജ് ടു ട്രെൻഡാണ് നമ്മൾ ഫസ്റ്റ് എസ്പെഷ്യലി മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് അതല്ലേ പറഞ്ഞ, അതിനോട് കുറച്ച് കണക്ഷൻ ഉള്ളതാണ് ഏത് മാക്സിമം ടു മിനിമം ട്രെൻഡ് എന്ന് പറയുന്നത്. ആദ്യം ഏർലി സ്റ്റേജസിന്റെ ടൈമിൽ കുട്ടികളിൽ അവർക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എനർജി ആവശ്യമാണ്. ഒരുപാട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഇപ്പൊ ഡെയിലി അവരുടെ ഫുൾ എനർജി വേണ്ട വരും. ആ ഒരു ബോൾ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ ചെയ്ത ഫുൾ എനർജി വേണ്ട വരും ആ ഒരു ബോൾ ചെയ്യാനായിട്ട്, ഹോൾഡ് ചെയ്യാനായിട്ട്. പിന്നീട് അവർക്ക് അത്രയും എനർജി ആവശ്യം വരുന്നില്ല. അപ്പൊ കുട്ടികളിൽ ആദ്യം മാക്സിമം ടു മിനിമം ട്രെൻഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ ഏർലി സ്റ്റേജസിൽ മസ്കുലർ ഇൻവോൾവ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഗ്രേറ്റർ എനർജി വേണം കമ്പയർ ടു പിന്നീടുള്ള സ്റ്റേജ്. ലേറ്റർ സ്റ്റേജിൽ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം ഫസ്റ്റ് ടൈം എന്താ പറയാ ഏർലി സ്റ്റേജസിൽ കുട്ടികളിൽ മാക്സിമം എനർജി വേണം. അതാണ് ഇവിടെ പറയുന്നത് മാക്സിമം ടു മിനിമം ട്രെൻഡ്. അറ്റ് ദ ഏർലി സ്റ്റേജ് the extent or muscular involvement and the amount of energy spent on motor function are greater than at the later stage. അപ്പോൾ നമ്മളൊരു ഏർലി സ്റ്റേജസിൽ മോട്ടോർ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ മോട്ടോർ മസ്കുലർ ഇൻവോൾവ്മെന്റ് ഉള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഗ്രേറ്റർ എനർജി വേണം. നമ്മൾ കമ്പയർ ടു ലേറ്റർ സ്റ്റേജ് പിന്നീടുള്ള സ്റ്റേജസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എനർജി ഇത് ഏർലി സ്റ്റേജസിൽ കൂടുതൽ വേണം. ഓക്കെ, മാക്സിമം ടു മിനിമം ട്രെൻഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ പറഞ്ഞത് തന്നെയാണ് ഒരു ബോളിന്റെ കാര്യമാണ്. ആ ബോൾ ഏർലി സ്റ്റേജസിൽ കുട്ടികളെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ ഫുൾ എനർജി അതിലേക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ലേറ്റർ സ്റ്റേജിലേക്ക് വരുമ്പോൾ അത്രയും എനർജി അവർക്ക് എന്ത് ചെയ്യണ്ട, അത്രയും എനർജി അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. കുറച്ച് എനർജി മതി ഒരു കാര്യം ചെയ്യാനായിട്ട്, അവർ അത്രയും എനർജി വേണ്ട. ഓക്കെ, പിന്നെ ഏർലി സ്റ്റേജസിൽ മാക്സിമം എനർജി വേണം, ലേറ്റർ സ്റ്റേജസിൽ മിനിമം എനർജി മതി. കുറച്ച് എനർജി കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ബോള് കറക്റ്റ് ആയിട്ട് ഹോൾഡ് ഒക്കെ ചെയ്യാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞിട്ട് ഇതൊരു പാരഗ്രാഫ് ആണ്. ബോത്ത് എന്നുള്ളത് മുതൽ ഒരു പാരഗ്രാഫ് ആണ്. ഓക്കെ, ഒരു പാരഗ്രാഫ് ആയിരുന്നു, പക്ഷെ അത് അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് എന്തൊരു മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത് കേട്ടോ. ബോത്ത് മോട്ടോർ കോർഡിനേഷൻ ആൻഡ് സ്ട്രെങ്ത് ഗ്രോ വിത്ത് ഏജ്. ഞാൻ പറഞ്ഞു എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് മോട്ടോർ ഡെവലപ്മെന്റ് സ്ട്രെങ്ത്തിനേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഏജിനനുസരിച്ച് മോട്ടോർ ഡെവലപ്മെന്റ് ആൻഡ് സ്ട്രെങ്ത് കൂടും ഇല്ലേ? ഏജിനനുസരിച്ച് കൂടൂലേ? കുഞ്ഞി കുട്ടിയായിരിക്കും ഒരു 3 വയസ്സായിരിക്കുമ്പോഴത്തെ ആക്ടിവിറ്റീസ് ആയിരിക്കും ഒരു 5 വയസ്സാവുമ്പോൾ ഒരു കുട്ടി ചെയ്യുന്നത് ആണോ? കൂടുതലായിട്ട് മസ്കുലർ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യും. Motor development relies not only in neuromuscular maturity but also environmental opportunity, especially availability of equipments and opportunity to observe and intimate other children and opportunity to experience.
നമ്മൾ ന്യൂറോ മസ്കുലാർ മൂവ്മെന്റ്സ് നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള മസിൽസിലേക്കുള്ള ആ ഒരു എന്താ പറയുക അതിന്റെ ഉപയോഗം മാത്രമല്ല ഇവിടെ പറയുന്നത്. അവന്റെ എൻവയോൺമെന്റ് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്നു. എക്സ്പെഷ്യലി അവന്റെ ചുറ്റുപാടുള്ള മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങുന്നു, ഒബ്സർവ് ചെയ്യുന്നു. പിന്നെ എന്താണ്, അത് മറ്റു കുട്ടികളോടായിട്ട് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇതെല്ലാം മോട്ടോർ ഡെവലപ്മെന്റ് ഭാഗമാണ് കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസ് ഗെയിമിലൊക്കെ അവർ എന്ത് ചെയ്യുന്നു, എൻഗേജ് ചെയ്യുന്നു. ഇതെല്ലാം ഈ മോട്ടോർ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ആദ്യം അവർ ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല, പിന്നീട് അവർക്ക് ഈ ഒരു മോട്ടോർ ഡെവലപ്മെന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മള് എത്ര ട്രെൻഡ്സ് ആണ് പഠിച്ചത്? 6 ട്രെൻഡുകളാണ് പഠിച്ചിരിക്കുന്നത്. ഇത് 7ാമത്തേന്നുള്ളത് ട്രെൻഡ് അല്ല കേട്ടോ. ഓക്കെ, അത് റോൾ ഓഫ് ദ ടീച്ചർ ആണ്. പോയിന്റ് ഇട്ടപ്പോൾ മിസ്റ്റേക്ക് പറ്റിക്കണം കേട്ടോ. നിങ്ങൾ ട്രെൻഡ് ആയിട്ട് വിചാരിക്കുക റോൾ ഓഫ് ദ ടീച്ചർ ആണ്. എന്താണ് കുട്ടികളുടെ മോട്ടോർ ഡെവലപ്മെന്റിൽ ടീച്ചേഴ്സിന്റെ റോൾ എന്താണെന്നുള്ളതാണ്. നമ്മൾ 6 ട്രെൻഡുകൾ പറഞ്ഞു ഇല്ലേ? ഏതൊക്കെയായിരുന്നു? മാസ്റ്റർ സ്പെസിഫിക് ട്രെൻഡ്, ലാർജ് ടു സ്മോൾ ട്രെൻഡ്, സെഫലോകോഡൽ ട്രെൻഡ്, ക്ലോസ്ഡ് മോർ ഡിസ്റ്റന്റ് ട്രെൻഡ്, ബയലാറ്ററൽ ടു യൂണിലാറ്ററൽ ആൻഡ് മാക്സിമം ടു മിനിമം ട്രെൻഡ്. അങ്ങനെ 6 ട്രെൻഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ. എനിക്ക് തോന്നുന്നു ആ ഒരു ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോ നിങ്ങൾക്ക് നന്നായിട്ട് വായിച്ചു കൊടുക്കാം. ഒന്ന് റീഡ് ചെയ്ത് ഈ 6 പോയിന്റ് ഒന്ന് റീഡ് ചെയ്ത്. മാം ഒരു വാക്കിന്റെ അർത്ഥം പറഞ്ഞുതരാമോ മാം? ലോങ്ങിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ എന്താ മാം അതിന്റെ അർത്ഥം? ലോങ്ങിറ്റ്യൂഡിനൽ നേർരേഖ എന്നൊക്കെ പറയില്ലേ മലയാളത്തില്? പിന്നെ എന്തോ കേൾക്കുന്നില്ല ലൈൻ മാം. വരയ്ക്കില്ലേ? ഓക്കെ ഓക്കെ. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കൂലേ? അതേപോലെ നമ്മൾ ഇങ്ങനെ ലോങ്ങിറ്റ്യൂഡിലായിട്ട്. ഓക്കെ മാം, ഓക്കെ മാം, മനസ്സിലായി. കുറച്ചും കൂടി വേർഡ്സ് വരുന്നുണ്ട് കേട്ടോ. ഡൗട്ട് വരുന്ന വേർഡ്സ് വരുന്നുണ്ട്. ബയലാറ്ററൽ ടു യൂണിലാറ്ററൽ റീഡ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ മാം. മാം ആദ്യം എന്തോ പറയുന്നത് ക്ലിയർ ആണില്ല. ആ മോർഫോളജിക്കലിന്റെ മീനിങ് ആര്യ ചോദിക്കുന്നുണ്ട്. എന്താണ് മോർഫോളജിക്കലി എന്നൊരു വേർഡ് ഇല്ലേ അതില്? അനാട്ടമിക്കലി, മോർഫോളജിക്കലി ആൻഡ് ഫങ്ഷണലി, ബൈലാറ്ററൽ ആൻഡ് യൂണിലാറ്ററൽ, അതിന്റെ മീനിങ് ആണ് ആര്യ ചോദിക്കുന്നത്. ആരാണ്? ബിനിയാണോ ചോദിച്ചത്? ആര്യ.
അവളെ സൗണ്ട് കുറവാന്ന് തോന്നുന്നു, അതുകൊണ്ടാ കേൾക്കാത്തെ. ഓക്കേടാ. എടാ അതില്ലേ അതില് എന്താ പറയാ ശരീരഘടനമായി, അതാണ് അനറ്റോമിക്കലി എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ശരീരഘടനയായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ മോർഫോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രൂപശാസ്ത്രം ആയിട്ട് റിലേറ്റഡ് ആണ്. ഫങ്ഷണലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവർത്തനപരമായിട്ട്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ശരീരഘടനയായിട്ട് റിലേറ്റ് ചെയ്യുന്നു, പിന്നെ രൂപശാസ്ത്രപരമായിട്ടുള്ളത്, പിന്നെ പറയുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട്. ഓരോരുത്തരുടെയും ഇതാണ് ചിലവരില് എന്താ പറയാ അത് ഏത് നമുക്കൊരു ലെഫ്റ്റ് ഓർ റൈറ്റ്, അപ്പോ അവർക്ക് ഏത് രീതിയിലാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള സൈഡിലേക്ക് മാറുമ്പോൾ ചിലപ്പോ ചെറിയ കുട്ടികൾ റൈറ്റ് സൈഡാണ്, നമ്മൾ സാധാരണ ഞാൻ റൈറ്റ് സൈഡാണ്, അപ്പൊ എനിക്ക് ആ ഒരു ശരീരം റൈറ്റ് ഹാൻഡ് സൈഡാണ് കൂടുതലായിട്ട് നമുക്ക് ആ ഒരു ഡെവലപ്മെന്റ് ഉള്ളത്. ചെറിയ കുട്ടികളാണെങ്കിൽ അത് ഈ ബയലാറ്ററൽ യൂണിലാറ്ററിലേക്ക് പോകുമ്പോൾ അവർക്ക് ലെഫ്റ്റ് ഹാൻഡിലേക്ക് ആക്റ്റീവ് ഡെവലപ്മെന്റ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവരുടെ എന്താണ് റൈറ്റ് സൈഡിലെ ബ്രെയിൻ ആയിരിക്കും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് കോർഡിനേഷൻ ആയിട്ട് വരുന്നത്. അങ്ങനെ വരുന്നത് ഓരോ കുട്ടികളുടെയും ശരീരഘടനപരമായിട്ട് അത് റിലേറ്റഡ് ആണ്. ആ ഓരോ കുട്ടിയുടെയും രൂപശാസ്ത്രപരമായിട്ട് അവരുടെ എന്താ പറയാ അവരുടെ ഹെൽത്ത് അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ആരോഗ്യം അല്ലെങ്കിൽ ഹാൻഡ് കോർഡിനേഷൻ റിലേറ്റഡ് ആയിട്ട് അത് റിലേറ്റഡ് ആണെന്ന് പറയും. പിന്നെ ഓരോരുത്തരുടെ പ്രവർത്തനത്തിന്റെയും ഫലമായിട്ടാണ്. ചിലവേ കുട്ടികള് ചെറുപ്പം മുതലേ ഈ ലെഫ്റ്റ് ഹാൻഡ് തന്നെയാണ് ഹോൾഡ് ചെയ്യണമെങ്കിൽ ആ കുട്ടി കൂടുതലായിട്ട് ലെഫ്റ്റ് ഹാൻഡിലേക്കായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ സാധാരണ പാരന്റ്സ് എന്ത് ചെയ്യും, കുട്ടികളില് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യാറുണ്ട്. ലെഫ്റ്റ് ഹാൻഡിൽ കൂടെ ഒന്നും ചെയ്യാൻ പാടില്ല, റൈറ്റ് ഹാൻഡിലേക്ക് മാറുന്നത് നമ്മൾ ആദ്യം ഇങ്ങനെ വഴക്കൊക്കെ പറഞ്ഞ് അവരെ നിർബന്ധിച്ച് മാറ്റാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, കുട്ടികൾ അവർക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള സൈഡ് അത് അവർ തന്നെ സെലക്ട് ചെയ്തോളൂ. ഓക്കെ, ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴത്തേക്ക് മാറിക്കോളൂ കേട്ടോ. ആ ഒരു മീനിങ് ആണ് വരുന്നത്. മാം കളർ ടാബ്ലറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളർ ടാബ്ലറ്റ് അല്ലേ ചോദിക്കാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എല്ലാവരും റെഡി ആക്കിയിട്ടുണ്ടോ? ഉണ്ട് മാം. അത് റെഡി ആയിക്കൊണ്ടുണ്ട് മാം. ഞാൻ ആൽഫബറ്റ്സ് കാണിച്ചോട്ടെ? ഫാത്തിമ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പേര് സെൻഡ് ചെയ്തോട്ടോ ഓരോരുത്തര്. മാം കളർ ബോക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, തന്നെ പേര് സെൻഡ് ചെയ്യട്ടോ. ഇത് നമ്മൾ ആൽഫബറ്റ്സ് നമ്പേഴ്സിന്റെ ഇതില്ലേ? ഓക്കെ ഫാത്തിമ, നന്നായിട്ട് കേട്ടോ. നമ്പേഴ്സ് ചെയ്തില്ലേടാ? സോറി മാം, ഞാൻ മ്യൂട്ട് ആയിരുന്നല്ലേ. ബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാം, അതിന് കട്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റിക്ക് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. കളറിംഗ് ബോക്സോ? അതും അതിനുള്ള ഓക്കെ ചെയ്തോട്ടോ. എന്നോട് പറയാമോ? ഞാൻ ആ ക്ലാസ്സിലില്ലായിരുന്നു. കളറിംഗ് ബോക്സ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് എന്നോട് പറയാമോ? പറയാട്ടെ, ഇവിടെ ഇപ്പൊ കുറച്ച് കുട്ടികൾ കാണിക്കും, അപ്പൊ നമുക്ക് മനസ്സിലാവും. സിനി ഞാൻ ഒരു മിനിറ്റ് മാം, ഞാൻ ഇതൊന്ന് കാണിച്ചോട്ടാ. ഹലോ മാം. ഫാത്തിമ പറഞ്ഞോടെ, ഞാൻ കേൾക്കുന്നുണ്ട്. ഇത് കളറിംഗ് ബോക്സ് ഇതിനുള്ള ആക്കി വെച്ചതാണ് ഞാന്. ശരി, അതിലേക്ക് ഞാൻ സ്കെച്ച് കൊണ്ട് കളർ ചെയ്ത് നോക്കി, പക്ഷെ അതൊരു ഫിനിഷിങ് കിട്ടുന്നില്ല. അപ്പുറത്തെ പേപ്പർ ഒട്ടിക്കാതിപ്പോ കളറിംഗ് പേപ്പർ. അതിന് അങ്ങനെ ചെയ്ത് നോക്കണം. ഇതൊരു ഫിനിഷിങ് ഇല്ല സ്കെച്ച് പെൻ കൊണ്ട് ചെയ്യുമ്പോ. ഒത്തിരി ടൈം എടുക്കും. സിനി ക്യാമറ ഓൺ ആക്കി, പക്ഷേ പ്രശ്നം അയക്കില്ല. റൊട്ടേഷൻ കൊടുക്കും, മുകളിലായിട്ട് റൊട്ടേഷൻ ഉണ്ട്. ഓക്കെ, ക്യാമറ തിരിച്ചു വെച്ചിട്ട് കാണിച്ചാലും മതി. നമ്മുടെ ക്യാമറ തിരിച്ചു വെച്ചിട്ട് കാണിച്ചു. കാണുന്നില്ലടാ, കുറച്ചും കൂടി കളർ ബോക്സ്
അധികം കളേഴ്സ് ഇല്ലാലോ. ഓക്കെ, രണ്ട് പേര് കളർ ഇടയല്ലേ? ഓക്കെ എടാ, ബാക്കി കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. വലിയ ബോക്സ് കുറച്ച് കളേഴ്സ് ഉള്ളൂ. ഓക്കെ, തനൂജ നന്നായിട്ടുണ്ട് കേട്ടോ. സിമി, തനൂജ. താങ്ക് യു. ഓക്കെ, ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ആക്കട്ടെ. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. ഉഷ. ഓക്കെ മാം. ആൽഫബറ്റ്സ് അല്ലേ? സാൻഡ് പേപ്പറിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഷെയ്ഡ്സും ചെയ്തിട്ടുണ്ട്. ഓക്കെ, കളറിംഗ് ബോക്സ് നൈസ്, നന്നായിട്ട് കേട്ടോ. ഓക്കെ മാം. റോഷ്നി. റോഷ്നി എനിക്ക് ആ റൊട്ടേഷന്റെ അത് കാണുന്നില്ല, അതാ തിരിച്ചത് കാണിക്കുന്നത്. ചിലവരുടെ ഫോണിൽ അത് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. എന്റെ ഫോണിലും കാണുന്നുണ്ടായിരുന്നു. കളറിംഗ് ബോക്സ് ഒക്കെ രണ്ട് ബോക്സോ? നമ്പർ ഇത് ഇതിന്റെ അടപ്പാ, വുഡിന്റെ അടപ്പാണ്. പിന്നെ ഒരു റാബിറ്റിന്റെ ഒരു മാസം ആക്ടിവിറ്റി ചെയ്യാനായിരിക്കും അല്ലെ? ഇത് ഈ റാബിറ്റിന്റെ ഒക്കെ മാസ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആക്ഷൻ സോങ് ചെയ്യാട്ടോ. റീമ, റീമ ഓക്കെ ഓക്കെ, റീമ കാണുന്നുണ്ട് കേട്ടാടാ. ഇതുപോലെ റീമ കാർഡ്ബോർഡ് പിടിക്കാൻ വേണ്ടിട്ടല്ലേ, ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ട്. നല്ലതാണ്. വുഡിന്റെയാണ്. വുഡിന്റെ സ്റ്റിക്ക് ഉണ്ടാവില്ലേ, അത് മേടിച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഷാർപ്പ് പേപ്പർ വാങ്ങിക്കാൻ കിട്ടും. നമ്മള് കാർഡ്ബോർഡ് ഷീറ്റ് അതില് പെയിന്റ് ചെയ്തിട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ട് ആരാണ്? റിൻഡ. കാണണ്ട. മാം കാണുന്നുണ്ടാ? ഇത് പ്രൈമറി കളേഴ്സ്, പിന്നെ സെക്കൻഡറി, പിന്നെ ബാക്കിയുള്ള കളേഴ്സ് ഇങ്ങനെ ചെയ്തു. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നന്നായിട്ടുണ്ട് റിൻഡ. താങ്ക് യു മാം. ഓക്കെ, ഐശ്വര്യ. ബോക്സ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബോക്സ്. പിന്നെ കാർഡ്ബോർഡിന്റെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, സ്മോൾ ലെറ്റേഴ്സോ? സ്മോൾ ലെറ്റേഴ്സ് ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട്. സാൻഡ് പേപ്പർ ആണോ? സാൻഡ് പേപ്പർ ആണോ? സാൻഡ് പേപ്പറാണ്, കട്ടിയുള്ള കാർഡ്ബോർഡാണ്. ഓക്കേടാ,
നന്നായിട്ടുണ്ട് കേട്ടോ. ആരാണ് കളറിംഗ് ബോക്സിനെ കുറിച്ച് പറഞ്ഞ ക്ലാസ്സിൽ ഇല്ലാന്ന് പറഞ്ഞത്? ആരെയാണോ? ഓക്കെ എടാ, ഞാനിപ്പോ കാണിച്ചു തരാം. നമ്മൾ മോണ്ടിസോറിയിൽ യൂസ് ചെയ്യുന്നത് കുട്ടികളെ പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് അല്ലെങ്കിൽ മെറ്റീരിയലാണ് കളറിംഗ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ കളറിംഗ് ബോക്സ് നമുക്ക് ഇതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ കാണിച്ചില്ല, ഇതേപോലെ നമുക്ക് കളറിംഗ് ബോക്സ് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഈ കളറിംഗ് ബോക്സ് പ്രിപ്പയർ ചെയ്യാം. ഇവര് നമ്മള് എന്താ പറയാ, മോണ്ടിസോറി യൂസ് ചെയ്യുന്ന എല്ലാം ഫുഡിന്റെയാണ്. പക്ഷെ നിങ്ങൾക്ക് വുഡ് അവൈലബിൾ അല്ലെങ്കിൽ സൈഡിൽ ഇപ്പൊ ഹോൾഡ് ചെയ്യാനായിട്ട് പിടിക്കുന്നത് കാർഡ്ബോർഡ് ആയാലും കുഴപ്പമില്ല. കളറിംഗ് പേപ്പേഴ്സ് വെച്ചിട്ട് എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 pairs വേണം. ഒരു കളറിന് തന്നെ 2 pairs. ബ്ലൂ ആണെങ്കിൽ 2 ബ്ലൂ വേണം, റെഡ് ആണെങ്കിൽ 2 റെഡ് വേണം, ഓർ ഗ്രീൻ കളർ ആണെങ്കിൽ 2 ഗ്രീനിന്റെ പെയർ വേണം. പറ്റിയ ടൈം 2 കുട്ടികൾക്ക് അത് പഠിക്കാനായിട്ട് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ കളറിംഗ് ബോക്സ് നിങ്ങൾ നോക്കുക, പ്രിപ്പയർ ചെയ്യാം കേട്ടോ. കാണുന്നില്ലേ? ക്ലിയർ ആയോ ആരെയും ദിനെയും? ഒരു കാര്യം കാണിച്ചോട്ടെ? ആ ചോദിച്ചോ ആര്യ? മാം ഇങ്ങനത്തെ പേപ്പർ ആയാലും പോലെ, ഇങ്ങനത്തെ കളറായ പോലെ, ഇങ്ങനത്തെ മതി മതി. അത് കാർഡ്ബോർഡിൽ ഒട്ടിക്കണം കേട്ടോ. കാർഡ്ബോർഡിൽ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡിൽ ഒട്ടിച്ച് ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ട്. ആ കളറിന് എപ്പോഴും ടച്ച് ചെയ്യുമ്പോൾ ആ കളർ നഷ്ടപ്പെട്ടു പോകും. അതിന് പകരമായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ ഇതിൽ വുഡാണ് യൂസ് ചെയ്തത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരോ വുഡിന്റെ പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതായാലും മതി. അതൊക്കെ എങ്ങനെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഇത് മറ്റേ കുട്ടികളെ ടച്ച് ചെയ്ത് പഠിപ്പിക്കാനല്ല ടച്ച് ചെയ്യല്ല, അത് കണ്ടാണ്. അത് നമ്മൾ എടുക്കുക, ടാബ്ലറ്റ് എടുക്കുക, ആ കളറിനുമ്പോൾ നമ്മൾ ടച്ച് ചെയ്യിപ്പിക്കില്ല, ജസ്റ്റ് അത് കണ്ട് പഠിക്കുകയാണ്, കാണാണ്, ആ കളർ അസ്യൂം ചെയ്യാണ്. റെഡ് കളർ, ബ്ലൂ കളർ, അങ്ങനെ കളേഴ്സ് ആണ് അവർ മനസ്സിലാക്കുന്നത്, കണ്ടാണ് മനസ്സിലാക്കുന്നത്, ടച്ച് ചെയ്യല്ല കേട്ടോ. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ന്യൂമറിക്കൽസ് ഒക്കെ നമ്മൾ ടച്ച് ചെയ്താണ് പഠിപ്പിക്കുന്നത്. കളർ ടാബ്ലറ്റ്സ് നമ്മൾ കണ്ടിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്താൽ മതി. അടുത്ത ക്ലാസ്സിൽ ഞാനും കാണിക്കാം. ബാക്കിയുള്ളവര് കുറച്ച് കുട്ടികൾ പ്രസന്റ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ കളറിംഗ് ബോക്സ് പ്രിപ്പയർ ചെയ്ത് വരാം കേട്ടോ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് ആരാ പറയുന്നേ? പറഞ്ഞോടാ. Today prepare classes Avarnaman class. പഠിപ്പിച്ചത് പ്രിൻസിപ്പൽസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് ചാപ്റ്റേഴ്സ് ആണ് പഠിപ്പിച്ചത്. താങ്ക് യു അപർണാമ. ടുഡേ ക്ലാസ്. താങ്ക് യു ഓൾ. Thank you, miss.